നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് 900-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ്. PSC വഴിയാണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 985 വേക്കൻസീസ് ആണ് ഏകദേശം ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. PSCന്റെ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 30/4/2026 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 3/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ ഒരു ഡേറ്റിന് മുൻഭാഗം നിങ്ങൾ അപേക്ഷിക്കണം. വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. അപേക്ഷിക്കാൻ അറിയാത്തവർക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം. PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിജിറ്റൽ സർവീസ് നൽകുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ SSLCയും യോഗ്യതയൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ നിന്ന് ചെയ്തു തരും. അതിനുശേഷം അതിൽ ലോഗിൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ID പാസ്വേഡ് ലഭിക്കും. അതിനുശേഷം അതിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് അതായത് ആപ്ലിക്കേഷൻ്റെ പുതിയ അപേക്ഷ വന്നിട്ടുള്ള ബട്ടൺ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ 21/2026 എന്ന ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് PSCന്റെ വെബ്സൈറ്റിലൂടെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 24,400 മുതൽ 43,600 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. തിരുവനന്തപുരം 101 വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം 49 വേക്കൻസി വന്നിട്ടുണ്ട്. പത്തനംതിട്ട 24 വേക്കൻസി, ആലപ്പുഴ 70, അതുപോലെ കോട്ടയം 64, പിന്നെ ഇടുക്കി 96, പിന്നെ എറണാകുളം 139 വേക്കൻസീസ് വന്നത് കാണാൻ സാധിക്കും. തൃശ്ശൂർ 62 വേക്കൻസി വന്നിട്ടുണ്ട്. പാലക്കാട് 68 വേക്കൻസി, അതുപോലെ മലപ്പുറം 64 വേക്കൻസി, 117 വേക്കൻസി കോഴിക്കോട്, വയനാട് 26 വേക്കൻസി, കണ്ണൂർ 73 വേക്കൻസി, കാസർഗോഡ് 32 വേക്കൻസീസ് ആയിട്ടാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസിൽ ഓരോ ജില്ലകളിലായിട്ട് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ 18 to 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. 2/1/1956 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ SC STക്ക് 5 വർഷവും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷവും പ്രായത്തിലുള്ളവും കൂടി ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കേണ്ട യോഗ്യത 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ വയർമാനിലോ ഉണ്ടായിരിക്കണം. അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി ചോദിക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് ഏകദേശം 157.48 സെൻറ്റിമീറ്റർ ഉയരം വേണം. വനിതകൾക്ക് 144.78 സെൻറ്റിമീറ്റർ ഉയരവും കൂടി വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. മെഡിക്കലി ഫിസിക്കലി ഒക്കെ ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നും കൂടി ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിസിക്കൽ സ്റ്റാൻസ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റും ജോലിപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റികളും ഫോളോ ചെയ്താൽ മതി. വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്